ഞാനിപ്പോൾ ഇവിടെ ദശാശ്വമേധ ഘട്ടിൽ ഈവനിങ്ങിൽ ഗംഗാരതി കാണാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണിയായിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ഇവിടെ ശരിക്കും മുന്നിൽ സീറ്റ് കിട്ടണമെങ്കിൽ ഒരു 3 മണിക്കങ്ങ് വന്ന് നിൽക്കണം. ഇവിടുത്തെ ഗംഗാരതി ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ബോട്ടിൽ നിന്നും ഗംഗാരതി കാണാൻ പറ്റും. അതിന് 200 രൂപ മുതലാണ് ചാർജ്. നമ്മൾ എങ്ങനെയായാലും നേരത്തെ ഒരു 3 മണിക്കങ്ങ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ മുന്നിൽ നിന്ന് കാണാൻ പറ്റും. ഞാനിപ്പോൾ എത്ര ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര പുറകിൽ നിന്നിട്ടാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ആൻസോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. आप लोग हटाने का काम करें. അങ്ങനെ ഗംഗാരതി കഴിഞ്ഞ് ഞാൻ ബോട്ടിൽ കയറി. ഗംഗാരതി ഇവിടെ കാണുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീലാണ്. ആ ഒരു സാമ്പ്രാണിത്തിരിയുടെ മണവും മന്ത്രോച്ചാരണവും മണിമുഴക്കവും ലൈറ്റിംഗ് ഒക്കെ ഒരു പ്രത്യേക ഒരു കോസ്മോസാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ മുഴുകി നിൽക്കാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗംഗാരതി എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതാ ബോട്ട് റൈഡിന് കയറിയിരിക്കുകയാണ്. രാവിലെ ബോട്ട് റൈഡിന് പോയ അതുപോലെ തന്നെയാണ് ഈവനിങ്ങിൽ 100 രൂപ പെർ പേഴ്സൺ ആണ് ഇവർ വാങ്ങിച്ചത്. പക്ഷേ നൈറ്റിലെ വ്യൂവും മോർണിംഗിലെ വ്യൂവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ഇവിടെ നാളെ ദേവ് ദിവാലി എന്ന് പറയുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇയർലി നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ദിവാലി കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ദേവ് ദിവാലി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഗംഗ ഘാട്ട് മുഴുവൻ ഇവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയുള്ള ബോട്ടുകളും എല്ലാം ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നാളെ ഇതിലും ഭയങ്കര ആഘോഷമായിരിക്കും ഇവിടെ. അപ്പോൾ നാളത്തെ പ്രോഗ്രാം എന്തായാലും കാണണം. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ബോട്ട് റൈഡ് നമുക്ക് ഗംഗാ ഘാട്ടിലൂടെ ഇങ്ങനെയൊന്ന് കറങ്ങി വരാം. അങ്ങനെ എൻ്റെ വാരാണസി ട്രിപ്പിലെ ലിസ്റ്റിലെ ഓരോ ഐറ്റംസായി ഞാനിതാ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈവനിങ് ഗംഗാരതി കണ്ടു, നൈറ്റിൽ ബോട്ട് റൈഡ് ചെയ്തു. ഭയങ്കര രസമായിരുന്നു. ഈവനിങ് ഗംഗാരതി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ നൈറ്റിൽ ബോട്ടിലൂടെ ഘട്ടുകൾ കാണാൻ ഭയങ്കര രസമാണ്. ഇനി ഇതായി കാണുന്നത് കാശി വിശ്വനാഥ ടെമ്പിളാണ്. ഇനി അവിടെ ഒന്ന് കയറണം. അതിനുശേഷം എൻ്റെ അടുത്ത ലിസ്റ്റിലെ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് മണികർണിക ഘട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മണികർണിക ഘട്ടിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.